എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ 10 ദിവസം റഹ്മത്തിന്റെ 10, അത് ലഭിച്ചവരിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കുവൈറ്റ് KMCC ചെയ്യുന്ന ഈ പ്രവർത്തനം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു റഹ്മായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇന്നലെ മുതലേ കാണുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ വന്നിട്ട് എത്ര കൊല്ലവാ? 28 കൊല്ലം. 20 പഠിച്ചവനെ, ആയുസിന്റെ കൂടുതൽ ഇവിടെ ചെലവഴിച്ചു. ആയുസിന്റെ പകുതിയും നാട്ടിലപ്പം പ്രവാസിയ, നാട്ടിലാ പ്രവാസി. നിങ്ങൾ വിരുന്ന് വരുന്നവരെ നാട്ടിൽ നിങ്ങളുടെ ആയുസ്. സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങൾ ശരീരം നോക്കണം. നിങ്ങളോട് ആകെ പറയാനുള്ളത്, എന്റെ പൊന്നാര ചങ്ങാതി, ആദ്യം നിങ്ങൾ ഭക്ഷണം കഴിക്കണം. നിങ്ങൾ കഴിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്, നിങ്ങൾ പട്ടിണി കിടന്നിട്ടല്ല, നിങ്ങൾ നിങ്ങളുടെ ശരീരം നോക്കണോ. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ എല്ലാം ഉള്ളൂ. നിങ്ങൾ ശരീരം നോക്ക്, നിങ്ങൾ ഉറങ്ങ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുക. നിങ്ങളല്ലാതെ കുബൂസും വെള്ളവും കഴിച്ചിട്ട് നാട്ടി കൊടുത്ത അല്ലാഹു ആരം പടച്ചു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ. എന്റെ വൈഫിന്റെ പിതാവ് ഒരു പ്രവാസിയ, എത്രയോ കൊല്ലം കിടന്നിട്ട് അവസാനം വീട്ടിൽ വന്ന് കിടക്കുമ്പോ സഹോദര 2 കിഡ്നിയും പോയിട്ട് 9.5 കൊല്ലം ഡയാലിസ് ചെയ്ത മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ KMCCയെയും അതുപോലെ തന്നെ CH സെന്ററിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കതറിയാം സഹോദരങ്ങൾ, എന്റെ സങ്കടം എന്താ. അപ്പൊ ഞാൻ ആകെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ജീവിക്കാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ശരീരം നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് അല്ലാഹു നിങ്ങൾക്കൊക്കെ ജിഹാദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന, കുടുംബത്തെ പോറ്റാൻ കഷ്ടപ്പെടുന്നവരാ, നിങ്ങൾക്ക് ജിഹാദിന്റെ കൂലി ഉണ്ടെന്ന് അല്ലാഹു നിങ്ങൾക്ക് ആ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന്റെ ഒന്നാമത്തെ 10 ദിവസം റഹ്മത്തിന്റെ 10, അത് ലഭിച്ചവരിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അത് ലഭിച്ചവരിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇനി രണ്ടാമത്തെ 10, ഈ രണ്ടാമത്തെ 10ന്റെ പ്രത്യേകത എന്താ? ഈ രണ്ടാമത്തെ 10-ല് നീ ഇനി എന്തൊക്കെ ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിലും, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും, അല്ലാഹുവിന്റെ മുമ്പിൽ ഈ 10 ദിവസം കൊണ്ട് നീ ചോദിച്ച് നീ ആ പാപം കഴുകി കളഞ്ഞിരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ 10 ദിവസം പാപം കഴുകാനുള്ളതാ. ജീവിതത്തിൽ ചെയ്ത എന്തും പാപവും അള്ളാഹുവിന്റെ മുമ്പിൽ നീ വിചാരിക്കേണ്ടത് നിനക്ക് നിന്റെ മഹത്വം അറിയാനിട്ടാ. സഹോദരൻ, നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ എത്ര വലിയ പാപം ചെയ്താലും റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞ അല്ലാഹ് റഹീമ, അള്ളാനെക്കാളും പൊറുക്കുന്ന ഒരാൾ ഈ ലോകത്തില്ലടോ. അള്ളാഹു പറയുന്ന, നീ എന്നോട് ചോദിക്ക്, നീ എന്നോട് തൗബ ചെയ്യും, നീ ചെയ്ത പാപങ്ങൾ എന്റെ അടുക്കൽ ഏറ്റുപറ. അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കും. പടച്ചോ നമുക്ക് പുറത്തു തരും. അള്ളാഹു നോക്കിമാൻ തരുമാറാകട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ നീ അള്ളാഹ് എന്താ റമദാൻ മാസം എത്തിക്കഴിയുമ്പോ അല്ലാഹു മലക്കുകളെ വിളിച്ചിട്ട് പറയും, ഇനി നിങ്ങളുടെ ജോലി, ഇനി മലക്കുകളുടെ ജോലി, ഈ ഇരിക്കുന്ന സദസ്സിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുമ്പിൽ, പടച്ചോനെ എന്റെ ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ് എന്ന് റബ്ബിനോടൊന്ന് ദുആ ചെയ്ത അല്ലാഹ് തരുന്ന പ്രതിഫലം അറിയോ? ഇവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ, അവൻ എത്ര വലിയ കൊടു അപരാധം ചെയ്തവനാകട്ടെ, അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് ചോദിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എടോ, ഞാനോ നിങ്ങളോ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് പറയും, പടച്ചവനെ, അള്ളാഹുവേ, സിറാജ് ദുആ ചെയ്യുന്നു റബ്ബേ, സിറാജ് തൗബ ചെയ്യുന്നു റബ്ബേ, നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. ഞാൻ ദുആ ചെയ്യുന്ന സമയം, നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യുന്ന സമയം കോടാനിക്കണക്കിന് മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്ക പറയാ, പടച്ചോനെ, ഓൻ ചോദിക്കുന്നു, പടച്ചവനെ പുറത്തു കൊടുക്കല്ല, അവന്റെ പാപം പുറത്തു കൊടുക്കല്ല, അള്ളാഹുവിന് സ്വർഗം കൊടുക്കല്ല. അള്ളാഹുവിന്റെ മലക്കുകൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി പടച്ചവനോട് ശഫാഅത്ത് ചെയ്യുകയാ. നിന്റെ പാപം പൊറുക്കാൻ, നിന്റെ പാപം പൊറുക്കാൻ, അള്ളാഹു നിനക്ക് സ്വർഗം തരാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റുപറയുകയാണ്, തന്റെ ജീവിതത്തിൽ വന്നുപോയ ഒരു പിഴവ് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ പശ്ചാത്തപിച്ചാൽ മലക്കുകൾ പടച്ചവനോട് പറയുന്നു, നാഥാ, സിറാജിന് പുറത്തു കൊടുക്കണേ തമ്പുരാന്, സിറാജിനോട് കരുണ കാണിക്കണേ തമ്പുരാന്, സിറാജിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എനിക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. അതുമാത്രമല്ല, അള്ളാഹു പറയുന്നു, വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അള്ളാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് പറയുന്നു, റബ്ബേ,
സിറാജിന് മാത്രം പുറത്തു കൊടുത്താ പോര പടച്ചവന്. സിറാജിന് ജന്മം കൊടുത്ത ഒരു വാപ്പയുണ്ട് റബ്ബേ. സിറാജിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു പിതാവുണ്ട് റബ്ബേ. സിറാജിനെ 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച് പട്ടിണിയാണെങ്കിലും പാല് കൊടുത്തു പോറ്റി വളർത്തിയ ഒരു മാതാവ് സിറാജിനുണ്ട് റബ്ബേ. അവർക്ക് കൂടെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മലക്കുകൾ പടച്ചവനോട് പറയുകയാ, ഹജ്ജ് ചെയ്ത സിറാജിന്റെ പ്രതിഫലമല്ല, ഖുർആൻ പഠിച്ച സിറാജിന്റെ പ്രതിഫലമല്ല, നോമ്പ് പഠിച്ച സിറാജിന്റെ പ്രതിഫലമല്ല, വഅദ് പറയുന്ന സിറാജിന്റെ പ്രതിഫലമല്ല. എവിടെയോ ഇരുന്നിട്ട് പടച്ചവനെ ഒരു നിമിഷത്തെ പിഴവ് കാരണം ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞപ്പോ മലക്കുകൾ പറയുന്നു, നാഥാ സിറാജിന്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. എന്നിട്ട് നിർത്തുന്നില്ല. സിറാജിനൊരു ഭാര്യയുണ്ട് പടച്ചവന്. ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന അവന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൂടെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവന്റെ ഭാര്യയോടും കരുണ കാണിക്കണേ അല്ലാഹ്. എന്നിട്ടും പറയുകയാണ്, പടച്ചവനെ സിറാജിന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ അല്ലാഹ്, ആ മക്കൾക്കും നീ പുറത്തു കൊടുക്കണം, അവർക്കും നീ പുറത്തു കൊടുക്കണം, അവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. പച്ച മലയാളത്തിൽ പറഞ്ഞ അല്ലാഹുവേ, സിറാജിനെയും സിറാജിന്റെ കുടുംബത്തെയും അവന്റെ മാതാപിതാക്കളെയും അവന്റെ മക്കളെയും കുടുംബസമേതം സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുമെന്ന് ഖുർആൻ പറയുമ്പോ, സഹോദരാ ഇനിയുള്ള 10 ദിവസം പാഴാക്കല്ലേ. ഇത് റമദാൻ മാസമാ, മഗ്ഫിറത്തിന്റെ മാസമാ, നരകമോചനത്തിന്റെ മാസമാ, അല്ലാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന മാസമാ. ഓരോ ദിവസവും പടച്ചവര് ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറുന്ന മാസമാ. ബഹുമാനിക്കണേ, ആദരിക്കണേ, പരിഗണിക്കണേ മോനെ. ഇത് റമദാൻ മാസമാണ്. ഇതിന് കൊടുക്കേണ്ട പരിഗണന കൊടുത്തില്ലെങ്കിൽ സാധാരണ ഒരു മാസം പോലെ ഇതിനെ നീ തള്ളിക്കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. സഹോദരാ, ഇത് റമദാനാണ്. ഈ റമദാൻ മാസത്തെ വേദനിപ്പിച്ചാൽ, ഈ റമദാൻ മാസത്തിന് നീ മറന്ന, ഈ റമദാൻ മാസത്തിനെ ബഹുമാനിച്ചില്ലെങ്കിൽ അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുന്ന ഒരു ദിവസമുണ്ടല്ലോ. കബറിനകത്ത് നിന്ന് ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരുന്ന ദിവസം, പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ ഞാനും നിങ്ങളും പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ചെമ്പിന്റെ തറയിൽ പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. പടച്ചവനെ, ഉടുതുണിയില്ല, ചെരുപ്പില്ല. അതാ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യന് പടച്ചവനെ തലയുടെ ഒരു ചാണ മുകളില് നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ നിബിധങ്ങള് പറഞ്ഞു, സ്വഹാബാ, എന്റെ പ്രിയപ്പെട്ടവര്, പലരും പറയാറുണ്ട്, ഉസ്താദേ വല്ലാത്ത ചൂടാണ്, ഇവിടെ വല്ലാത്ത ചൂടാണ്. എന്റെ പ്രിയപ്പെട്ടവര്, യഥാർത്ഥത്തിൽ ചൂട് എന്താണെന്ന് എനിക്കും അറിയില്ല, പ്രവാസികളായ നിങ്ങൾക്കും അറിയില്ല. ചൂടെന്ന് പറഞ്ഞാൽ 15 കോടി 15 ലക്ഷം കിലോമീറ്ററിന് മുകളിൽ നിൽക്കുന്ന സൂര്യന്, അതിന്റെ ചൂടിനെ കുറിച്ചാ ഞാനും നിങ്ങളും പറയുന്നത്. എന്നാ പരലോകത്തിലെ ചൂടറിയുമോ? ചൂടുള്ള നാളുണ്ടേ, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂള. വന്തോസ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള.
സുഹൃത്തുക്കളെ കാണേ മൂള മലൊന്നുമില്ല തങ്ങു ചെന്ന കോള. ചോറ് വെക്കാറില്ലേ? കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് കലത്തിന്റെ മുകളിലൂടെ പുറത്തേക്ക് കവിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ മോനെ? എന്നാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ടിങ്ങനെ പുറത്തേക്ക് അത് തലച്ചോറ് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറ. ആ കോടതിയിൽ പടച്ചവനെ നിന്നെ സഹായിക്കാൻ ഒരാളേ ഉള്ളൂ, നമ്മളെ സഹായിക്കാൻ ഒരാളേ ഉള്ളൂ. ആ ഒരാളാരാ? യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ. ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാകില്ല. പാപ്പയ്ക്ക് നിന്നെ തിരിച്ചറിയില്ല, ഉമ്മയ്ക്ക് നിന്നെ കണ്ട പരിചയമില്ല, ഭർത്താവിന് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട. നമ്മളെ സഹായിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിബിധങ്ങളാണ് നമ്മുടെ കൈപിടിക്കേണ്ടത്. നിബിധങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യന് നരകത്തിന്റെ മലക്കുകൾ വലിച്ചിടച്ചു കൊണ്ടുപോവുകയാണ്. മുത്തുനബിയുടെ മുമ്പിലൂടെ നരകത്തിലേക്ക് വലിച്ചിടച്ചു കൊണ്ട് മലക്കുകൾ പോകുമ്പോ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, ആരുമില്ല നബിയേ, എല്ലാരും കൈവിട്ടിരിക്കുന്ന നബിയേ, എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുകയാണ് നബിയേ, ഒന്ന് സഹായിക്കുമോ നബിയേ, ഒന്ന് രക്ഷപ്പെടുത്തുമോ നബിയേ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ കിടന്ന് യാചിക്കുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകന് സഹിക്കാൻ കഴിയുന്നില്ലടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരങ്ങൾ ഉയർത്തുകയാണ്, അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, റബ്ബേ ഈ പാപപ്പെട്ടവനെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നിബിധങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്നു, നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ, അവന് വേണ്ടി ശഫാഅത്ത് ചെയ്യല്ലേ. സ്വീകരിക്കില്ല നബിയേ, സ്വീകരിക്കില്ല നബിയേ. അല്ലാഹുവേ, ഇന്ന് ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് അർഹതയുണ്ടല്ലോ, എന്തേ അല്ലാഹ് എന്റെ ശഫാഅത്ത് സ്വീകരിക്കാത്തത്? അവിടെ നിന്ന് പറയുന്നു, നബിയേ, അങ്ങയുടെ ശഫാഅത്തിനെ തടയുന്ന ഒരാളുണ്ട് നബിയേ. ആരാ? അല്ലാഹ്. പരിശുദ്ധമായ റമദാൻ ഇറങ്ങി വരികയാണ്. പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് റമദാൻ ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നു, നാഥാ, അല്ലാഹുവേ, റമദാൻ മാസത്തിന്റെ മഹത്വം അറിയുമല്ലോ, എല്ലാവരും നോമ്പ് പിടിക്കുന്ന മാസമാണല്ലോ, റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും നരകമോചനത്തിന്റെ മാസമാണല്ലോ. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറുന്ന മാസമാണല്ലോ. പടച്ചവരെ, 83 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന മാസമായിരുന്നല്ലോ. അല്ലാഹ്, എല്ലാരും എന്നെ ബഹുമാനിച്ചു പടച്ചവര്, രോഗികൾ പോലും നോമ്പ് പിടിച്ചു പടച്ചവര്, പ്രായമുള്ളവര് പോലും നോമ്പ് പിടിച്ചു പടച്ചവര്, അമുസ്ലിമീങ്ങൾ പോലും എന്നെ ആദരിച്ചു പടച്ചവര്. പക്ഷേ ഇവൻ എന്നെ പരിഗണിച്ചില്ല അല്ലാ, ഇവൻ എന്നെ ബഹുമാനിച്ചില്ല അല്ലാ. റമളാൻ അല്ലാഹുവോട് പറയുകയാ, എന്നെ എല്ലാരും ബഹുമാനിച്ചു. ഹൈന്ദവനും ക്രിസ്ത്യാനികൾ വരെ പടച്ചവനെ എനിക്ക് വേണ്ടി റമളാനിൽ നോമ്പ് പിടിക്കുന്നവരുണ്ട്, റമളാൻ മാസത്തെ ബഹുമാനിക്കുന്നവരുണ്ട്. രോഗികളും പ്രായമുള്ളവരും കുട്ടികളും വരെ എന്നെ ബഹുമാനിച്ചു പടച്ചവനെ. ഇവൻ എന്നെ ബഹുമാനിച്ചില്ല, ഇവൻ എന്നെ ആദരിച്ചില്ല. അതുകൊണ്ട് ആർക്ക് നീ പുറത്തു കൊടുത്താലും ഇവന് പുറത്തു കൊടുക്കല്ലേ അല്ലാ. റമളാൻ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്ന് കരയുകയാണ്, റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹു കൈവിടുകയാണ്, മുത്തുനബി കൈവിടുകയാണ്. അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് റമളാൻ മാസം ആദരിക്ക് സഹോദര. ഒരു ചരിത്രം ഞാൻ പറയാം. ഒരു ചരിത്രം ഞാൻ ഇന്ന് വായിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജൂതനായ മനുഷ്യൻ, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഹദീസിൽ കാണാൻ ഒരു ജൂതനായ മനുഷ്യനൊരു മകനുണ്ട്, ഒരു ഗുരുത്തം കെട്ട മകൻ. ആ മകനാണെങ്കിൽ മുസ്ലിമീങ്ങളെ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചിരിക്കുമ്പോ ഈ മോൻ അവർ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. നോമ്പ് പിടിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് ഈ മജൂസിയായ മനുഷ്യന്റെ മകൻ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കളിയാക്കി അവർക്ക് ആ ഭക്ഷണത്തോട് ആഗ്രഹം തോന്നുന്ന രീതിയിൽ അവിടെ ഹദീസിൽ കാണാം. ആ മജൂസിയൻ, ഒരു മജൂസിയുടെ ചരിത്രം പറയുന്നുണ്ട്. മകൻ ഇങ്ങനെ നടന്ന മുസ്ലിമീങ്ങളുടെ ഇടയിൽ നോമ്പ് പിടിച്ച് നടക്കുന്നവരുടെ ഇടയിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ കളിയാക്കി നടക്കാ. ആ മജൂസിയായ മനുഷ്യൻ എന്ത് ചെയ്തു? തന്റെ പൊന്നാര മകൻ ഇത് ചെയ്യുന്നത് കണ്ടപ്പോ അവന് തല്ലുകൊടുത്തു. തന്റെ പൊന്നാര മകനെ തല്ലികെട്ട് ചോദിച്ചു, എടാ ഇത് റമളാൻ മാസമല്ലേ, മുസ്ലിമീങ്ങൾ നോമ്പ് പിടിക്കുന്ന മാസമല്ലേ, നീ അവരുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അവരുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന കാര്യമാണല്ലോ, ആ മാസത്തെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മജൂസിയായ മനുഷ്യൻ തന്റെ മകനെ തല്ലിയിട്ട് ഉപദേശിച്ചു. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നും ഒരു വീഡിയോ കണ്ടു. ഒരു മുസ്ലിമായ ഒരു പയ്യൻ എറണാകുളത്തൂടെ നടന്നു പോകുമ്പോ ഒരു യൂട്യൂബർ വന്നിട്ട് ചോദിക്കുന്നു, ആദ്യം 500 രൂപ കൊടുത്തിട്ട് ചോദിക്കുന്നു, നോമ്പ് മുറിക്കുവാണെങ്കിൽ 500 രൂപ തരാം. അതൊക്കെ ഇന്നെന്തോ സോഷ്യൽ വർക്കായിട്ടാണ് കാണുന്നത്. ഒരു മുസ്ലിമിനോട് ചോദിക്കുന്നു, നിനക്ക് 500 രൂപ തരാം, നോമ്പ് മുറിക്കാവോ? ഉണ്ടെന്നില്ല. 1000 കൊടുത്തു നോമ്പ് മുറിക്കാവോ? ഇല്ല. എന്നിട്ട് അവന് ഹെഡ്സെറ്റ് കൊടുത്തു, ഐഫോണിന്റെ, ഇത് തരാം, നോമ്പ് മുറിക്കില്ല. 1.25 ലക്ഷം രൂപയുള്ള ഐഫോൺ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നോമ്പ് മുറിച്ചാൽ ഇത് തരാം. ആ പൊന്നുമോൻ പറഞ്ഞൊരു മറുപടി എന്തെന്നോ, വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന അവസരമാണ്, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഓൻ എന്താ ഐഫോണോടോ? എടാ, റമളാനിലെ ഒരു നോമ്പിന് പകരം ജീവിതകാലം മുഴുവനും നോമ്പ് പിടിച്ചാലും പകരമാകൂല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സാധന്മാര് പറയും, നോമ്പ് പിടിച്ചാൽ ഇന്ന പ്രതിഫലം കിട്ടുമെന്നു. നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഹജ്ജ് ചെയ്താൽ സ്വർഗം കിട്ടും. ഹജ്ജ് ചെയ്താൽ സ്വർഗം കിട്ടും. സദഖ കൊടുത്ത നിങ്ങൾക്ക് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാ, നിങ്ങൾക്കെല്ലാം അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നോമ്പ് പിടിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇന്നിങ്ങനെ വീഡിയോയ്ക്കും അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി കളിയാക്കുന്ന കാലഘട്ടം. അവന്റെ മനസ്സൊന്ന് ചിന്തിക്ക്. ഒരു നോമ്പുകാരന്റെ അടുക്കൽ പോയിട്ട് ചോദിക്കാനുള്ളൊരു മനസ്സ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പായി കഴിയുമ്പോ ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒളിച്ചു പിടിച്ചിട്ട് അതിന് കളിയാക്കുന്നവർ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ മജൂസിയായ മനുഷ്യൻ തന്റെ പൊന്നാര മകനെ തല്ലിയിട്ട് പറഞ്ഞു, എടാ ഇത് റമളാൻ മാസമാ, ബഹുമാനിക്കേണ്ട മാസം, മുസ്ലിമീങ്ങൾ നോമ്പ് പിടിക്കുന്ന മാസം, ഈ മാസത്തിൽ നീ കാണിക്കുന്നത് ശരിയല്ലെന്ന് തന്റെ മകനെ തല്ലിയിട്ട് ഉപദേശിച്ചു. ആ മനുഷ്യൻ ഒരാഴ്ച കഴിഞ്ഞപ്പോ ആ മജൂസിയായ മനുഷ്യൻ മരണപ്പെട്ടുപോയി. അദ്ദേഹം മരണപ്പെട്ടുപോയി. മരണപ്പെട്ടതിനു ശേഷം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ ഈ മജൂസിയായ മനുഷ്യനെ സ്വപ്നം കണ്ടു അത്രേ. അദ്ദേഹത്തെ സ്വപ്നം കണ്ടപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാനബികൾ അവിടെ നിന്ന് ഒരു ആലിമായ മനുഷ്യൻ, അദ്ദേഹം പറയാ, ഒരു ആലിമായ മനുഷ്യൻ ഈ മജൂസിയായ മനുഷ്യനെ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം കാണുന്നത്? വഹുവ ഫിൽ ജന്ന, സ്വർഗത്തിലിരിക്കുന്നതായിട്ട്. ഈ മജൂസിയായ മനുഷ്യൻ സ്വർഗത്തിലിരിക്കുന്നതായിട്ട് അവിടുന്ന് സ്വപ്നം കണ്ടു. അപ്പൊ ഈ ആലിമായ മനുഷ്യൻ ഫഖാല, അവിടുന്ന് ചോദിച്ചു, അസൽത കുന്ത മജൂസിയ, നീ ഒരു മജൂസിയല്ലേ, നീ മുസ്ലിം ആയിരുന്നല്ലോ, ഒരു മജൂസിയായ മനുഷ്യനല്ലേ, പിന്നെങ്ങനെ നീ സ്വർഗത്തിൽ പോയെ? പിന്നെങ്ങനെ അല്ലാഹു നിനക്ക് സ്വർഗം തന്നെ? ആ സമയത്ത് ആ മജൂസിയായ മനുഷ്യൻ പറയുന്നു, വലാകിൻ ലമ്മാ ഹദർത, അദ്ദേഹം പറയാ, ഞാൻ മജൂസിയായിരുന്നു, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വാസമില്ലാത്ത ആളായിരുന്നു, വിഗ്രഹങ്ങൾ ആരാധിച്ച ആളായിരുന്നു. പക്ഷേ എന്റെ മരണം അടുത്തു വന്ന സമയത്ത് ആരോ എന്നെ നിർബന്ധിക്കുന്നു ഷഹാദത്ത് കലിമ പറയാൻ. എന്നെങ്ങനെ നിർബന്ധിക്കാം? ആരോ എന്നോട് വന്ന് പറയുന്നു, ഷഹാദത്ത് കലിമ പറ, മുസ്ലിമാവ്. അദ്ദേഹം അങ്ങനെ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായി. അദ്ദേഹം പറയാ, എനിക്ക് അല്ലാഹു സ്വർഗം തരാനുള്ള കാരണം എന്റെ പൊന്നുമോൻ അന്ന് റമളാൻ മാസത്തിൽ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചപ്പോ എന്റെ മകനെ ഞാൻ ഉപദേശിച്ചു. ആ മാസത്തെ ബഹുമാനിച്ചതിന് എന്റെ റബ്ബെനിക്ക് തന്ന പ്രതിഫലമാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാണോ റമളാൻ? ഇതാണ് റമളാൻ. ആ റമളാനിന് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും, നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനും നമുക്ക് നരകം വാങ്ങിത്തരാനും ഈ റമളാനിന് പവറുണ്ടെന്ന് ഞാനും നിങ്ങളും ഓർക്കുന്നത് നല്ലതാ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധികമായിട്ട് ഖുർആനോത്. എത്രത്തോളം ഖുർആനോദാൻ കഴിയുമോ അത്രത്തോളം ഖുർആനോത്. ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കുക. പെങ്ങളെ, ഒന്നുമില്ലെങ്കിലും നീ ഓതുന്നത് ഖുർആനാണെന്നുള്ള ബോധം. ഖുർആൻ ഒരാൾ നോക്കിയാൽ
പോലും പ്രതിഫലം. 5 കാര്യങ്ങൾ നോക്കിയിരിക്കുന്നവന് പ്രതിഫലമുണ്ട്. 5 കാര്യങ്ങൾ നോക്കിയിരുന്ന പ്രതിഫലം. ആ 5 കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും നോക്കിയിരിക്കും. മൊബൈലൊക്കെ ഒഴിവാക്കുക സഹോദര. ഇന്ന് പല കടകളിൽ പോയാലും, പല കടകളിൽ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ ഖുർആൻ, പണ്ട് നീ ഒരു കട തുടങ്ങി തുടക്കകാലത്ത് വന്നിരുന്ന് യാസീൻ ഓതി ദുആ ചെയ്തിട്ടല്ലേ കട തുടങ്ങുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അങ്ങനെയൊക്കെ അല്ലായിരുന്നോ? ഇപ്പോഴോ? ഇപ്പൊ മൊബൈലാ ഖുർആൻ ഓതുന്നത്, സ്വർഗത്തിൽ മൊബൈലാ പോകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതൊക്കെ മാറണം. ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആനിനെ ബഹുമാനിക്കുക, സംസാരിക്കരുത് ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ. അതിനൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുത്താൽ അല്ലാഹ് നിനക്കെല്ലാം തരും. പടച്ച റബ്ബ് എല്ലാം തരും, ഇവിടെ വാരിക്കോരി തരും. നിനക്ക് വേണ്ടതൊക്കെ റബ്ബ് തരും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനിയുള്ള ദിവസമെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഖുർആൻ ഖത്തം തീർക്കേണ്ട മാസമാണ് റമദാൻ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ തന്റെ പൊന്നാര മകളായ ഫാത്തിമ കാണാൻ വരുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഉപ്പച്ചിയുടെ മരണം അടുത്തെന്ന് തോന്നുന്നു മോളെ, ഉപ്പാടെ മരണം അടുത്തെന്ന് തോന്നുന്നു. എല്ലാ റമദാനിലും വാപ്പ ഒരു പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാമിന് ഖുർആൻ ഓതി കേൾപ്പിക്കുമായിരുന്നു. ഈ പ്രാവശ്യം ഉപ്പച്ചി 2 പ്രാവശ്യം കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഖത്തം തീർക്കേണ്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആനിലേക്ക് നമ്മൾ ഖുർആനിലേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാവരോടും, എനിക്ക് പരിചയമുള്ള എല്ലാവരോടും ഞാൻ പറയും, ഇന്ന് ഞാൻ ഒരു സഹോദരനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഹാഫിളാക്കണം. എനിക്കങ്ങനെ ഞാൻ കാണുന്ന എല്ലാവരോടും പറയും, തന്റെ മക്കളെ ഹാഫിളാക്കണം. എഞ്ചിനീയറും ഡോക്ടറൊക്കെ വേറെ, നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കണം, ആലിമീങ്ങളാക്കണം, ഖുർആനുമായിട്ട് ബന്ധമുള്ള മക്കളാക്കണം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഒരു കുടുംബത്തിൽ ഒരു ഹാഫിള് ഉണ്ടാകണം. ഒരു കുടുംബത്തിൽ എപ്പോഴും ഒരു കുടുംബത്തിൽ ഒരു ഹാഫിള് ഉണ്ടാകണം. നമ്മൾ ഹാഫിളീങ്ങളുമായി ബന്ധം ഉണ്ടാകണം എന്റെ സഹോദര. കാരണം ഓന്റെ ദുആഇന് ഇജാബത്തുണ്ടോ? ഇവിടെ ഖുർആൻ പഠിക്കുന്ന ഒരു ഹാഫിളായ കുട്ടിയെ എടാന്ന് വിളിക്കാൻ പാടില്ല. എങ്ങനെ വിളിക്കാൻ പാടില്ല? ഇത്രയും പേരിരിക്കുന്ന ഹാഫിളീങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കപ്പ. എത്രയും പേര് ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കണോ? ആരോ ഒരാളുണ്ട് ഹാഫിള്, അൽഹംദുലില്ലാഹ്. ഇത്രയും പേര് ഇവിടെ ഇരുന്നിട്ട് അല്ലാഹു ആകെ തെരഞ്ഞെടുത്തത് ഒരാളെ. ഇപ്പൊ 1000 പേര് ഇവിടെ ഉണ്ടെങ്കിൽ ഈ 1000 പേരിൽ ഒറ്റ ഒരാളെ അല്ലാഹു തെരഞ്ഞെടുത്തു. അതാ ഖുർആൻ. ഒറ്റ ഒരാളെ അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ട് എത്ര പേരുണ്ടാവും? ഒക്കണ്ട, എനിക്ക് നാണം കെടാൻ വയ്യാതുണ്ടാ. ഇന്ന് വെള്ളിയാഴ്ച രാവ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യേണ്ട ദിവസം, മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതി ചെയ്യേണ്ട ദിവസം, ഖുർആൻ ഇന്ന് കൈകൊണ്ട് തൊട്ടവർ പോലും ഇന്ന് സദസ്സിലില്ല. അത് നമ്മൾ ചിന്തിക്കേണ്ട. റമദാൻ വെള്ളിയാഴ്ച, ആരോ പറഞ്ഞു, തങ്ങൾ പറഞ്ഞു റമദാനിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച. ഒന്ന് ചിന്തിച്ചു വയ്ക്കുക സഹോദരങ്ങൾ. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ ഓത്, ഖുർആനുമായി ബന്ധപ്പെട്ട്. ഖുർആനിന്റെ അഹ്ലുകാരൻ എന്ന് പറഞ്ഞാൽ സാധാരണ ആളല്ല, VVIP. എന്റെ സുഹൃത്ത് ഫൈസൽ ഇന്നലെ ഞാൻ കണ്ടു. അത് എപ്പോഴും വരുമ്പോഴും മോനെ കാണുമ്പോൾ പറയും ഖുർആൻ പഠിക്കണം. പക്ഷെ അവൻ ഇങ്ങനെ പോവാന്ന് പറയും. ഇന്നലെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, അല്ലാഹു പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് ലത്തീഫ് എന്ന് പറഞ്ഞൊരു സഹോദരനെ കണ്ടു. ഓൻ്റെ അടുത്തും പറഞ്ഞു, മോനെ ഖുർആൻ പഠിപ്പിക്കണം. ഇവിടെ നമ്മൾ നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കണം. ഒരു ഹാഫിൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിന്റെ മഹത്വം അറിയാനിട്ടാ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാച്ചി നോക്കണ്ട, സമയം 12 മണി ആകാറായി. അല്ലാഹുവെ, ഇങ്ങനെ വാച്ചിലും നോക്കുന്നുണ്ട്, എന്നെയും നോക്കുന്നുണ്ട്. അല്ലാഹുവെ, എന്തിനാ അങ്ങനെ നോക്കിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ വാച്ചി നോക്കിയ മനുഷ്യന്റെ ആക്കിബത്ത് അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എന്താ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു, വാച്ചിലും നോക്കുന്നു, എന്നെയും നോക്കുന്നു. അദ്ദേഹത്തിന്റെ സമയം, നമ്മുടെയൊക്കെ സമയം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ സഹോദര. ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും ഇന്ന് റബ്ബിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് തൗബ ചെയ്തിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് തൗബ ചെയ്തൂടെ? തൗബ ചെയ്തൂടെ? ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 27-ാം രാവിലെ അന്ന് കൊളിച്ചൊരുക്കി പോവാ. 27-ാം രാവിലെ അന്ന് കൊളിച്ചൊരുക്കി. നമ്മളെന്ന് പറഞ്ഞ മടിയന്മാരാടോ. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ, ഞാൻ ഇന്ന് സത്യം പറഞ്ഞ ഇന്ന് നമ്മുടെ നമ്മുടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്നിപ്പോ ഇഫ്താറിന്റെ സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ഒരു മനുഷ്യനെ കരകയറ്റുന്ന സമയം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. റമളാനിൽ 27, നമുക്കറിയാം ലൈലത്തുൽ ഖദർ റമളാനിലാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, 83 വർഷം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ലൈലത്തുൽ ഖദർ എപ്പോഴാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? എപ്പോഴാ? റമളാനിൽ. എപ്പോഴാന്ന് അറിയില്ലല്ലോ. പിന്നെ അൽഹംദുലില്ലാഹ് നബി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റ രാവുകൾ 21, 23, 25, 27, 29 ഈ രാവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. 27-ാം രാവിന്റെ നമ്മൾ ഇത്തിരി പ്രത്യേകിച്ച് പരിഗണന കൂടുതലാണ്. എന്താണ് 27ന്റെ പ്രത്യേകത? എന്താ? 7-നൊരു പ്രത്യേകതയുണ്ട്. സൂറത്തുൽ ഫാത്തിഹ എത്ര ആയത്താ? എത്ര ആയത്താ? ഖുർആൻ ഓതുന്ന ശൈലി എത്ര? ഖുർആൻ ഓതുന്ന ശൈലി എത്ര? 7. സുജൂദിന്റെ അവയവം എത്ര? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? എത്ര ആകാശമുണ്ട്? എത്ര ഭൂമിയുണ്ട്? ആഴ്ചയിൽ എത്ര ദിവസമുണ്ട്? അപ്പൊ അസ്ഹാബുൽ കഹ്ഫ് എത്രയുണ്ട്? 7. അപ്പൊ 7-നോട് അല്ലാഹുവിന് എന്തോ ഒരു മഹബ്ബത്തുണ്ട്. 7 എന്ന് പറയുന്ന ഒരു സംഖ്യക്ക് എന്തോ ഒരു പ്രത്യേക പരിഗണനയുണ്ട്. ആ പരിഗണന എടുത്തു വെച്ചുകൊണ്ടാണ് ഈ 27-ാം രാവിലെ ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന ദിവസം എന്നാന്ന് വെച്ചാൽ അറിയത്തില്ല. അള്ളാഹു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലൈലത്തുൽ ഖദർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കിട്ടിയവൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിനക്ക് നരകത്തിൽ നിന്ന് കരകയറാൻ പറ്റുന്ന ഒരു സമയം അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നരകത്തിൽ നിന്ന് സമയവും സന്ദർഭവും അള്ളാഹു പറഞ്ഞു തന്നു. ഇന്ന സമയം, ഇന്ന സന്ദർഭത്തിൽ നീ ദുആ ചെയ്താൽ നിന്റെ ദുആ സ്വീകരിക്കും. നരകത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരെ അള്ളാഹു രക്ഷപ്പെടുത്തുന്ന സമയം വരെ നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. പക്ഷെ നമ്മൾ ഉപയോഗപ്പെടുത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സമയം വരെ പറഞ്ഞു തന്നു. ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറുന്ന സമയം പറഞ്ഞു തന്നിട്ട് ആ സമയം ഞാനും നിങ്ങളും പാഴാക്കുന്നവരാ. ആ സമയം എപ്പോഴാ? നോമ്പ് മുറിക്കുന്നതിന് തൊട്ടു മുമ്പ്. 5:40 നോമ്പ്? 5:42 നോമ്പ് മുറിക്കുന്നത്. ആ 5:42 തൊട്ടു മുമ്പുള്ള ആ 40, 41, 42 ആ 3 മിനിറ്റ്, ഈ സമയത്ത് ഒരു മനുഷ്യൻ അല്ലാഹുവോട് ദുആ ചെയ്താൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഏറ്റവും കൂടുതൽ പേര് നരകത്തിൽ നിന്ന് കരകയറുന്ന സമയം ആ ലാസ്റ്റ് സമയമാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ സമയം നമ്മൾ എന്ത് ചെയ്യും? സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്ക്. ആ സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, ആ സമയത്താണ് നരകത്തിൽ നിന്ന് അള്ളാഹു അടിമകളെ കരകയറ്റുന്നത് എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മുതലെങ്കിലും ആ സമയം നീ ഉപയോഗമുള്ളതാക്കുക, ഉപകാരപ്പെടുന്നതാക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്യാം. തൗബത്തൻ നസൂഹയായാൽ എന്തായാലും നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്താണ് തൗബയുടെ പ്രത്യേകത എന്തെന്നറിയോ? ഒരാൾ തൗബ ചെയ്യുന്ന സമയത്ത് അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ മതി. നാളെ ഒരാൾ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയും. ഒരാളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക്, പടച്ചവനെ, ഒരു മനുഷ്യന്റെ കണ്ണിലെ ഒരു പീലി അള്ളാഹുടെ മുമ്പിലേക്ക് വരും. ഈ കണ്ണിന്റെ മുകളിൽ കാണുന്ന പീലി ഉണ്ടല്ലോ, ആ പീലിയിലെ ഒരു രോമം നാളെ ഒരാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയും, പടച്ചവനെ, എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം വേണം അല്ലാഹ്, എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം വേണം. അള്ളാഹു പറയുന്നു, എനിക്ക് എന്താ പറയാനുള്ളത് പറ. ആ കണ്ണിലെ ഒരു പീലി അള്ളാഹിനോട് പറയും, പടച്ചവനെ, ഈ മനുഷ്യനെ നീ നരകത്തിലിടരുത്, ഈ മനുഷ്യനെ നീ നരകത്തിലിടരുത്. എന്തുകൊണ്ട് നരകത്തിലിടാൻ പാടില്ല? ആ സമയത്ത് ആ കണ്ണിലെ ഒരു രോമം പറയും, പടച്ചവനെ, ഒരിക്കൽ ഇവൻ ദുആ ചെയ്തപ്പോ ഒന്ന് നനഞ്ഞ അല്ലാഹ്, നരകത്തിലെ അവൻ അള്ളാഹുവിനോട് ആ മുടി പറയാ, കണ്ണിലെ ഒരു രോമം അള്ളാഹിനോട് പറയുന്നു, പടച്ചവനെ, ഒരിക്കൽ ഇവൻ ദുആ ചെയ്തപ്പോ, ഏതോ ഉസ്താദ് നരകത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദുആ ചെയ്തപ്പോ ഇവന്റെ കണ്ണൊന്ന് നനഞ്ഞു, പടച്ചവനെ, ഒന്ന് നനഞ്ഞതേ ഉള്ളൂ, ഒരു രോമവേ നനഞ്ഞുള്ളൂ. ആ
ആ രോമമാണ് അള്ളാഹിനോട് പറയുന്നത്, ഇവൻ പടച്ചവനെ, ഇവൻ കരഞ്ഞവനാ, ഇവൻ നിന്റെ ശിക്ഷ ഓർത്തിട്ട് ഇവൻ ഭയപ്പെട്ടവനാ, അള്ളാഹുവേ ഇവന് നീ നരകം കൊടുക്കല്ലേ എന്ന് ആ ഒരു രോമം ആ മനുഷ്യന് നാളെ സ്വർഗം വാങ്ങിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദര, ഇന്ന് തൗബ ചെയ്ത നീ രക്ഷപ്പെടും, നിന്റെ ഉപ്പ രക്ഷപ്പെടും, നിന്റെ ഉമ്മ രക്ഷപ്പെടും, നിന്റെ ഭാര്യ രക്ഷപ്പെടും, നിന്റെ മക്കളും രക്ഷപ്പെടും. അള്ളാഹു നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് തൗബ ചെയ്തൂടെ? ഒന്ന് തൗബ ചെയ്തൂടെ? അൽഹംദുലില്ലാഹ്. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? അത് നിലവിളിയും ബഹളവും ഒന്നും അല്ലടോ, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ദുആ ഒന്നുമല്ല. അള്ളാഹു നോക്കുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇഖ്ലാസോടുകൂടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ എപ്പോഴും ഒരു കഥ പറയും, അള്ളാഹു നോക്കുന്നത് മനസ്സിലാ. ഒരിക്കൽ ഉസ്താദ് വെള്ളിയാഴ്ച പ്രസംഗിക്കുക, ബോറടിക്കലുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത് നേരം കൂടി ഇരിക്കുവോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടോ. വലിയ സന്തോഷം, അൽഹംദുലില്ലാഹ്. ഇതൊക്കെ വലിയ സന്തോഷം. ഞാനിപ്പോ മുസ്തായിക്കായും ഇവരൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ചിന്തിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന, പള്ളിയിലെ ഖത്തീബ് എന്ന് പറയുമ്പോൾ പള്ളിയിലെ ഖത്തീബിനെ കൊണ്ട് കമ്മിറ്റിക്കാർ മാക്സിമം ഉസ്താദിനെ ഉപയോഗപ്പെടുത്തും. ഉസ്താദെ പാപങ്ങൾക്ക് കൊടുക്കണം, പള്ളി കെട്ടണം, മദ്രസ കെട്ടണം, എത്തീം കുട്ടികൾ കൊടുക്കണം. ഉസ്താദിനെ കൊണ്ട് മാക്സിമം പിരിപ്പിക്കും മഹലിൽ നിന്ന്. പള്ളിയിലെ ഖത്തീബ് തച്ചിനിരുന്ന് പിരിക്കും. ആർക്ക് വേണ്ടി? പള്ളി കെട്ടാൻ, മദ്രസയ്ക്ക് വേണ്ടി. എന്നിട്ട് പാവപ്പെട്ട യതീം മക്കളെ കെട്ടിക്കാൻ, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ പള്ളിയിലെ ഖത്തീബ് മാക്സിമം കമ്മിറ്റിക്കാർ ഉസ്താദിനെ കൊണ്ട് പിരിപ്പിക്കും. ഉസ്താദ് പിരിച്ചും കൊടുക്കും. എന്നാ ഈ പള്ളിയിലെ ഖത്തീബിന് കയറി കിടക്കാൻ വീടുണ്ടോ എന്ന് ഇവന്മാരും നോക്കത്തില്ല. എടാ, പള്ളിയിലെ ഖത്തീബ് വാടക വീട്ടിലാണ് കിടക്കണേ. ഓന് പ്രായപൂർത്തിയായ മക്കളുണ്ട്, കെട്ടിച്ചു കൊടുക്കാൻ വകയില്ല. ആ ഉസ്താദിനെ തിരിഞ്ഞു നോക്കത്തില്ല. ഉസ്താദിനെ കൊണ്ട് മാക്സിമം പിരിപ്പിച്ച് നാട്ടുകാർക്ക് മുഴുവനും കൊടുക്കും. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഉസ്താദന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പടച്ചവനെ, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വഅദിന് പോകുമ്പോ എവിടെ പോകുമ്പോഴും അൽഹംദുലില്ലാഹ് പ്രവാസികളാ. അൽഹംദുലില്ലാഹ് പറയാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, KMCC ഒക്കെ ഞാൻ മറക്കണില്ല. അൽഹംദുലില്ലാഹ് KMCC ആകട്ടെ, അതുപോലെ തന്നെ CH സെന്റർ ആകട്ടെ, ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ തിരുവനന്തപുരം RCCയിലൊക്കെ പോകുമ്പോഴാണ് അൽഹംദുലില്ലാഹ് നമുക്ക് മനസ്സിലാകുക. എവിടെ പോകുമ്പോഴും അൽഹംദുലില്ലാഹ് പ്രവാസികൾ വാരി കോരിയിട്ട് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കും. അള്ളാഹു അർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങളിപ്പോ അൽഹംദുലില്ലാഹ് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാ. പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കും, അതുപോലെ രോഗികൾക്ക് കൊടുക്കും, ക്യാൻസർ പിടിച്ച് കിടക്കുന്നവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, എല്ലാവരെയും നിങ്ങൾ സഹായിക്കും. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ കിടക്കുന്നവനെ ചിലപ്പം വാടക വീട്ടിലായിരിക്കും കിടക്കണേ. എടാ, ഇപ്പൊ ഈ പറയുന്ന KMCCക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ, അവൻ പിരിവിന് നടക്കുക. ഓന് വീടുണ്ടോ? ഇല്ല. എടാ, ഓന് വീടില്ല. ഓന് കെട്ടിക്കാരായ പെൺമക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാടക വീട്ടിൽ ലക്ഷങ്ങളുടെ കടം. ആ പാവപ്പെട്ടവനാടോ നാട്ടിൽ കിടക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി പിരിവെടുത്തിട്ട് ആ ചങ്ങാതി ഇങ്ങനെ നടക്കുക. ഓന് വീടില്ല. എടാ, നമ്മുടെ കൂട്ടത്തിലുള്ളവനെ നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ ആരാ നോക്കുക? എടാ, ഈ പിരിവിന് നടക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് വീടുണ്ട്? നിങ്ങളിൽ എത്ര പേർക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട്? ഒന്നുമില്ലാത്ത എത്രയോ പേർ. അപ്പൊ അൽഹംദുലില്ലാഹ്, എന്താ നന്മ? എന്താ നന്മ ഭവന പദ്ധതി. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അത് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദേ, ഈ പ്രവാസികളായ സഹോദരങ്ങളുടെ ഇടയിൽ കയറി കിടക്കാൻ വീടില്ലാത്ത എത്രയോ പേരുണ്ട്. ഒരു 10 പേർക്ക് വീട് വെച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. 50ഓ 60ഓ അൽഹംദുലില്ലാഹ് 50ഓ 60ഓ നോട്ടീസുകളാണ് കിട്ടിയിരിക്കുന്ന അപേക്ഷകൾ. അതിലേറ്റവും അർഹതപ്പെട്ടവർക്ക് അൽഹംദുലില്ലാഹ് വീട് വെച്ചു കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഏറ്റവും വലിയ പുണ്യം അതാണ് ചങ്ങായി. ഏറ്റവും വലിയ പണി നമ്മുടെ കൂട്ടത്തിലുള്ളവനെയല്ലേ ആദ്യം പരിഗണിക്കേണ്ടേ? അപ്പൊ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ ഇടയിൽ വീടില്ലാത്തവർക്ക് സഹായവുമായിട്ട് അൽഹംദുലില്ലാഹ് നന്മ വീടിന്റെ പദ്ധതി നടക്കുന്നുണ്ട്. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആരാണോ അതിന് കാരണക്കാർ, അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ബോറടിക്കണില്ലല്ലോ? പള്ളിയിലെ ഉസ്താദ് ജുമാഅയ്ക്ക് പ്രസംഗിക്കുക. ആരെ കുറിച്ച്? അള്ളാഹിനെ കുറിച്ച്. അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കുക. ഉസ്താദ് പറയാ, ഏത് പ്രതിസന്ധിയിലും, എത്ര വലിയ പ്രയാസത്തിലും ഒരാള് പടച്ചവനോട് സഹായം ചോദിച്ചാൽ അള്ളാഹ് സഹായിക്കും. അന്ന് രാത്രി ഒരു കള്ളം മോട്ടിക്കാൻ പോയി.
ഒരു കള്ളം മോഷണം നടത്താൻ പോയി. ഒരു വീട്ടിൽ ചെന്ന് മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വീട്ടുകാർ എഴുന്നേറ്റു. പിന്നെ പറയേണ്ട കാര്യമില്ല, കള്ളൻ ജീവനും കൊണ്ട് ഓടി. അയൽവാസികളും കുടുംബക്കാരും കള്ളന്റെ പുറകെ ഓടി. കള്ളൻ ഓടി ഓടി പടച്ചവനെ PT ഉഷ കൊടുന്നതിനേക്കാളും സ്പീഡിൽ ഓടി. ഓൻ ഓടി ഓടി ഒരു പുഴയുടെ ചാരത്ത് ചെന്നു. മുമ്പിലാണെങ്കിൽ പടച്ചവന് നല്ല ഒഴുക്കുള്ള ഒരു പുഴ. തിരിഞ്ഞു നോക്കുമ്പോ നാട്ടുകാർ മുഴുവനും പിടിക്കാൻ വരുന്നുണ്ട്. കള്ളൻ ഇങ്ങനെ നിൽക്കുക. പടച്ചവനെ ചെയ്താനും കടലിൽ നടക്കണമല്ലോ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് ഉസ്താദിന്റെ പ്രസംഗം ഓർമ്മ വന്ന കള്ളനെ. ഉസ്താദ് പറഞ്ഞു, ഏത് പ്രതിസന്ധിയിലും ഒരാൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ച പടച്ചവൻ സഹായിക്കും. പടച്ചവനെ കള്ളൻ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ ഞാൻ ഇത്രയും കാലം ചെയ്തത് മുഴുവനും തെറ്റാ, അല്ലാഹ് സമ്മതിച്ചു. എനിക്ക് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. കള്ളൻ പറയും, ഞാൻ ഇത്രയും കാലം ചെയ്തത് മുഴുവനും തെറ്റാ അല്ലാഹ്. എന്നാൽ ഉസ്താദ് പറഞ്ഞു, പടച്ചവനെ ഏത് പ്രയാസത്തിലും നിന്നോട് ചോദിച്ചാൽ നീ സഹായിക്കുമെന്ന്. അല്ലാഹുവേ, ഇന്ന് ഇവന്മാരുടെ കയ്യിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം. എനിക്ക് നീന്തലൊന്നും അറിയില്ല, ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ കള്ളൻ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ ഞാൻ ഇവരുടെ മുമ്പിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം, ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാം അല്ലാഹ്, നിന്നിൽ ഞാൻ പ്രതീക്ഷ വെക്കുന്നു, നീ എന്നെ കൈവിടരുത് പടച്ചവനെ, ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കുകയില്ല അല്ലാഹ്. ബിസ്മീം പറഞ്ഞ് വെള്ളത്തിലേക്ക് ഇറങ്ങി. റോഡിൽ കൂടെ നടന്നു പോകുന്നത് പോലെ കള്ളൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് അക്കരയിൽ പോയി രക്ഷപ്പെട്ടു. കള്ളന് സമാധാനമില്ല. കള്ളൻ നേരം വെളുത്തു നേരെ പള്ളിയിൽ പോയി ഖതീബിനെ കണ്ടു. ഉസ്താദ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ നിങ്ങൾ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിൽ എന്റെ റബ്ബിനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നുപോയി. കള്ളൻ ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോയി. ഉസ്താദിനാണെങ്കിൽ സമാധാനമില്ല. ഉസ്താദിന് ഇത് കേട്ടിട്ട് ഇങ്ങനെ ടെൻഷൻ. ഉസ്താദ് വൈകുന്നേരം നിശാക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കാൻ സമയമായപ്പോ, പടച്ചവനെ ഒരു കള്ളൻ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നിരിക്കുന്നു. ഉസ്താദ് നേരെ എഴുന്നേറ്റ് പുഴയുടെ ചാരത്ത് പോയി. എന്നിട്ട് പടച്ചവനോട് പറഞ്ഞു, അല്ലാഹ് ഇന്നലെ രാത്രി ഒരു കള്ളനെ നീ വെള്ളത്തിന്റെ മുകളിലൂടെ നടത്തി. ഞാൻ നിന്റെ ഇൽമു പഠിച്ച ആലിമ അല്ലാഹ്, എന്നെയും നടത്തണേ റബ്ബേ. ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദ് വെള്ളത്തിൽ ഇറങ്ങിയത് മാത്രമേ ഉസ്താദിന് ഓർമ്മയുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ആ കള്ളന്റെ ഇഖ്ലാസ് പോലും ഉസ്താദിനില്ലാതെ പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദിന്റെ മനസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കാലഘട്ടം നമ്മൾ വളരെ ഭയപ്പെടേണ്ട കാലഘട്ടമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഉസ്താദന്മാരെ ആകുന്ന കാലമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉസ്താദ് നിങ്ങളൊക്കെ വഴുതു പറയുന്നു, പക്ഷെ ഈ പിഴപ്പിക്കുന്നത് ഉസ്താദന്മാരാണ്. എല്ലാ നേതൃത്വത്തിലും ഉസ്താദന്മാരുണ്ടല്ലോ, എല്ലാ കാര്യത്തിലും ആവശ്യം. അതാ പെണ്ണുങ്ങളൊക്കെ മനസ്സിലാക്കണം. ഒരു തൊപ്പിയും താടിയും ഷാള് വിട്ട ഉസ്താദ് ആകത്തില്ല. ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എപ്പോഴും നേരായ വഴികൾ. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആലിമാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? നിങ്ങൾ പറയൂല, ആരാപ്പാ? കേൾക്കാനുള്ള കൊതി കൊണ്ട് ആരാ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? ആലിം. അല്ലാഹു ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഏറ്റവും തലതിരിഞ്ഞവനാരാ? ധൈര്യമായിട്ട് പറഞ്ഞു, ആരാ? ആലിം. അല്ലാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും നല്ലവനും ആലിമ, ഏറ്റവും തലതിരിഞ്ഞവനും ആലിമ. അതാ മനസ്സിലാക്കേണ്ട കാര്യം. വീട് ഉദ്ഘാടനം ചെയ്യാൻ, കട ഉദ്ഘാടനം ചെയ്യാൻ ആരെ വിളിക്കും? ഉസ്താദിനെ വിളിക്കൂലേ? വീട് കുറ്റിയടിക്കാൻ, ഏത് കാര്യം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആരെയാ വിളിക്കുന്നത്? ഉസ്താദന്മാരെ വിളിക്കും. നല്ല കാര്യമാണ്, അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. നരകത്തെ നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് ഉസ്താദിന്റെ ശരീരം വെച്ചിട്ടാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. നാളെ നരകം ഉദ്ഘാടനം ചെയ്യുന്നത് എങ്ങനെയാ? നിങ്ങൾ എന്താ പറയണേ? നരകത്തെ തീ കത്തിക്കാൻ വേണ്ടി അള്ളാഹു എടുത്തു വെക്കുന്ന 3 ശരീരങ്ങളിൽ ഒരു ശരീരം ഉസ്താദിന്റെ ശരീരമാണ്, ഇൽമു പഠിച്ച ആലിമിന്റെ ശരീരം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, തൗബ ചെയ്യേണ്ടത് പോലെ തൗബ ചെയ്യണം, എങ്കിലേ അള്ളാഹു നമുക്ക് പുറത്തു തരൂ. അള്ളാഹു തൗബ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരില്ല. ഒരു ചെറുപ്പക്കാരന്റെ തൗബ പറഞ്ഞു തരാം. ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് തൗബ ചെയ്തത് എന്ന് ഒരു സാമ്പിൾ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പടച്ചവനെ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോവുകയാണ്. സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു വീടിന്റെ പുറകിലൂടെ നടന്നു പോവുകയാ. വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് വീടിന്റെ പുറകിൽ നിന്ന് കുളിച്ചുകൊണ്ട് നിൽക്കുകയാ.
ഒരു സുന്ദരിയായ പെണ്ണ് വീടിന്റെ പുറകിൽ നിന്ന് കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീടിന്റെ പുറകിലൂടെ വഴിയിലൂടെ നടന്നു പോകുമ്പോ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. ആ പെണ്ണിന്റെ ശരീരം കണ്ടപ്പോ സഅലബ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോ സഅലബ ചിന്തിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യുന്നത് പടച്ചവന്? ഞാൻ എന്താണ് ചെയ്തത്? ഒരു പെണ്ണിന്റെ ശരീരം ഞാൻ കണ്ടല്ലോ റബ്ബേ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ, ഞാൻ നരകത്തിലാണല്ലോ അല്ലാ, ഞാൻ നരകത്തിലാണല്ലോ അല്ലാ. പടച്ചവൻ, ഇനി എങ്ങനെയാണ് ഞാൻ വിധങ്ങളുടെ മുമ്പിൽ പോകുന്നത്? ഈ വ്യഭിചരിച്ച ഈ വ്യഭിചാരം കണ്ട കണ്ണുമായി ഇനി എങ്ങനെയാണ് ഞാൻ മുത്തുനബിയുടെ മുമ്പിൽ പോകുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാ മനസ്സിലാകുമല്ലോ. സഅലബ കരയുകയാണ്, സഅലബ കരയുകയാണ്. പടച്ചവനെ, ഭ്രാന്ത് പിടിച്ചവനെ പോലെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. നേരെ മരുഭൂമിയിലേക്ക് ചെന്നു മണ്ണുവാരി ശരീരത്തിലിടുകയാണ്. അല്ലാ, ഞാൻ നരകത്തിലാണല്ലോ റബ്ബേ, വ്യഭിചരിച്ചല്ലോ അല്ലാ. സഅലബ കരയാൻ തുടങ്ങി. മരുഭൂമിയിലും മലഞ്ചെരുവിലൂടെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, രണ്ടാഴ്ചയല്ല, മൂന്നാഴ്ചയല്ല. പിന്നെ സഅലബ ഒരാളും കണ്ടിട്ടില്ലടോ. സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിന്നെ ഒരാളും കണ്ടിട്ടില്ല. പടച്ചവനെ, മലഞ്ചെരുവിലൂടെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. 40 ദിവസമായി, 40 ദിവസമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറയണേ നബിയേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു ജിബ്രീലിനെ പറഞ്ഞു വിടണമെങ്കിൽ, അല്ലാഹു ജിബ്രീലിനെ പറഞ്ഞു വിടണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാകും സഹോദരാ. എങ്ങനെയായിരിക്കും തൗബ ചെയ്തിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം സുബ്ഹി നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഅലബ എവിടെ? സഅലബ എവിടെ? യാ റസൂലല്ലാഹ്, എവിടെയാണെന്നറിയില്ല നബിയേ. നബിയെ ആഴ്ചകളായി കാണാനില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ തങ്ങളെ വിളിക്കുകയാണ്, സൽമാനുൽ ഫാരിസിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എവിടെയുണ്ടെങ്കിലും സഅലബയെ വിളിച്ചു കൊണ്ടുവരണം. രണ്ടുപേരോട് നബി തങ്ങൾ പറയുകയാണ്. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും തിരഞ്ഞിറങ്ങുകയാണ്. പടച്ചവനെ, സുബ്ഹി നമസ്കാരം കഴിഞ്ഞ പള്ളിയിൽ നിന്നിറങ്ങിയ രണ്ടുപേരും സഅലബയെ തിരഞ്ഞു നടക്കുകയാണ്. ഉച്ചയായടോ, കാണുന്നില്ല സഅലബയെ, എവിടെയാണെന്നറിയില്ല. അങ്ങനെ മരുഭൂമിയിലും മലഞ്ചെരുവിലൂടെ നടന്നു പോകുമ്പോ ഒരാട്ടിടയനായ മനുഷ്യനെ കാണുകയാണ്. ഒരാട്ടിടയനായ മനുഷ്യനെ കാണുകയാണ്. ഉമർ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ആടുമായി പല പല മലഞ്ചെരുവിലും പോകുന്നവനാണല്ലോ, എവിടെയെങ്കിലും സഅലബയെ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും സഅലബയെ കണ്ടിട്ടുണ്ടോ? ആ ആട്ടിടയനായ മനുഷ്യൻ പറയുന്നു, സഅലബയാണോ എന്ന് എനിക്കറിയില്ല. ഇന്ന സ്ഥലത്ത് ആടുമായിട്ട് കടന്നു പോയപ്പോ അതാ മുടിയൊക്കെ ജടപിടിച്ച കീറിപ്പറഞ്ഞ വസ്ത്രവുമായി ഒരു ചെറുപ്പക്കാരൻ മണ്ണിൽ കിടന്ന് നിലവിളിക്കുകയാ, മണ്ണിൽ കിടന്ന് കരയുകയാ. എന്നെ കണ്ടപ്പോ മലയുടെ മുകളിലേക്ക് ഓടിപ്പോയി. ചിലപ്പോ നിങ്ങൾ തിരയുന്ന മനുഷ്യൻ അവനായിരിക്കാം. ഉമർ തങ്ങൾ സ്ഥലം ചോദിക്കുകയാണ്. അങ്ങനെ ഉമർ തങ്ങളും സൽമാൻ തങ്ങളും ആ പറഞ്ഞ മലഞ്ചെരുവിലേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്,
മലയുടെ മുകളിൽ നിന്നിറങ്ങി വരികയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാര് വസ്ത്രങ്ങളൊക്കെ കീറി പറഞ്ഞു, മുടിയൊക്കെ ജട പിടിച്ചു, എല്ലും തോലുമായി അല്ലാഹുവേ ഇറങ്ങി വന്നിട്ട് പടുത്തു കിടക്കുന്ന മണ്ണുവാരി തന്റെ ശരീരത്തിൽ ഇട്ടുകൊണ്ട് കരയുന്നു. അല്ലാഹ് നരകത്തിലാണല്ലോ, അല്ലാഹ് തെറ്റ് ചെയ്തു പോയല്ലോ, അല്ലാഹ് പടച്ചവരെ മരിക്കാനെനിക്ക് ധൈര്യമില്ല റബ്ബേ, മരിച്ചാ മതിയായിരുന്നു പടച്ചവരെ, നീ എന്നെ മരിപ്പിച്ചാ മതിയായിരുന്നു പടച്ചവര്, ഞാൻ നരകത്തിലാണ് റബ്ബേ. ഖസറത് ദുനിയാ വൽ ആഖിറ. സഅലബ പടുത്തു കിടക്കുന്ന മണ്ണുവാരി തലയിലൂടെ ഇട്ടുകൊണ്ട് കിടന്ന് കരയുകയാണ്. എനിക്ക് നരകം പേടിയാ പടച്ചവര്, എങ്ങനെ വരും റബ്ബേ, എങ്ങനെ വരും റബ്ബേ, നിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ വന്ന് നിൽക്കും പടച്ചവര്. സഅലബ കിടന്ന് കരയുകയാണ്. ഉമർ തങ്ങൾ വിളിക്കുന്നു സഅലബ, അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു സഅലബ, നബി തന്നെ വിളിക്കുന്നു സഅലബ. സഅലബ പറയുന്നു, ഇല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ വരൂല, ഞാൻ ചെയ്ത പാപം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ, ഞാൻ ചെയ്ത പാപം എന്താണെന്ന് ഉമർ തങ്ങളെ നിങ്ങൾക്കറിയില്ലല്ലോ. പടച്ചവനെ സഅലബ, നിന്റെ നബി തങ്ങൾ വിളിക്കുന്നു. സഅലബ പറഞ്ഞു, ഞാൻ വരൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് ഈ മണ്ണിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോക്കോ. സഅലബ വരൂല. ഉമർ തങ്ങൾ ചോദിക്കുന്നു, സഅലബ എന്നെ അറിയില്ലേ സഅലബ? അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു സഅലബ. സഅലബയ്ക്കറിയാ ഉമർ കൊണ്ടുപോകുമെന്ന്. അവസാനം സഅലബ പറയുകയാണ്, ഞാൻ വരാം, ഒരു കണ്ടീഷൻ ഉണ്ട്, എന്നെ നിസ്കരിക്കുന്ന സമയത്ത് വേണം കൊണ്ടുപോകാൻ, മസ്ജിദ് നബവിയിൽ നമസ്കാരം നടക്കുമ്പോഴേ എന്നെ കൊണ്ടുപോകാവോ? അങ്ങനെ സമ്മതിക്കുകയാണ്. അവസാനം വൈകുന്നേര സമയത്ത് മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരുമ്പോ പടച്ചവനെ നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുകയാ. എല്ലാവരും പള്ളിക്കകത്ത് കയറി ഉതുവെടുത്തുകൊണ്ട് നമസ്കരിക്കാൻ പള്ളിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഓതിയ സൂറത്ത് ഏതാ? നബി തങ്ങൾ ഇമാമത്ത് നിൽക്കുകയാണ്. സഅലബ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്ത് ഏതെന്നറിയോ? മുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഓതുകയാണ്, കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. സഅലബ ബോധം കെട്ട് വീണടോ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ. കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്ത് കേൾക്കുമ്പോ പിടഞ്ഞ് താഴെ വീഴുകയാണ്. നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്ത് വന്ന് സഅലബയ്ക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. നബി തങ്ങൾ ചോദിക്കുന്നു, സഅലബ ഇതെന്ത് കോലബാ സഅലബ? എവിടെയായിരുന്നു സഅലബ? കുടുംബം മുഴുവനും സങ്കടത്തിലാണ് സഅലബ. അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു സഅലബ. സൽമാൻ തങ്ങളോട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുവിടാൻ. സൽമാൻ തങ്ങളാണ് വീട്ടിൽ കൊണ്ടുവിട്ടത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 7 ദിവസം കഴിഞ്ഞു. 8ാമത്തെ ദിവസം സൽമാൻ തങ്ങൾ മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടി വരുന്നു. നബിയേ, സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ.
അങ്ങ് പറഞ്ഞു വിട്ടിട്ടും ഭക്ഷണം കഴിക്കാറില്ല, ഉറങ്ങാറില്ല, രാവും പകലും വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിയാണ്. പടച്ചവനെ, നബി തങ്ങളെ സമാധാനിപ്പിച്ചിട്ട് വിട്ടിട്ടും ആ ചെറുപ്പക്കാരന് സമാധാനമില്ല. തെറ്റു ചെയ്തു പോയല്ലോ റബ്ബേ. വീടിന്റെ അകത്ത് കിടന്ന് കരഞ്ഞു കരഞ്ഞും മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. നബി തങ്ങളോട് വിളിക്കുന്നു, വാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സൽമാൻ തങ്ങളും പോവുകയാണ്. സഅലബയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. നബി തങ്ങൾ അടുത്തു ചെന്നു, സഅലബാന്റെ ചാരത്തു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി, അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി സക്കറാത്തിന്റെ അവസ്ഥയാണെന്ന്. നബിതങ്ങൾക്ക് മനസ്സിലായടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സഅലബയുടെ തലയുടെ ഭാഗത്തിരിക്കുകയാണ്. എന്നിട്ട് മുത്തുനബി സഅലബയുടെ തലയെടുത്തു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിലേക്ക് വെക്കുമ്പോ സഅലബ തലവലിക്കുകയാ. അവിടുന്ന് തലവലിച്ച് താഴെയിടുകയാ. നബി തങ്ങൾ ചോദിച്ചു, സഅലബ, ഇഷ്ടമായില്ലേ സഅലബ? ഞാൻ നിന്റെ തല പിടിച്ചു മടിയിൽ വെച്ചത് നിനക്ക് ഇഷ്ടമായില്ലേ? ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ സഅലബ, ഞാനൊന്ന് വരാൻ, അടുത്തൊന്നിരിക്കാൻ, ശരീരത്തിലൊന്ന് തൊടാൻ, ഞാനൊന്ന് ദുആ ചെയ്യാൻ ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ. നീ എന്തിനാണ് തല വലിച്ച് താഴെയിട്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ സഅലബ പറയും, യാ റസൂലല്ലാഹ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നബിയേ, അങ്ങ് വന്നതും ഇരുന്നതും തൊട്ടതുമല്ല എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് നബിയേ. പിന്നെ എന്തിനാ സഅലബ തലവലിച്ചത്? എന്തിനാ സഅലബ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ എനിക്ക് അർഹതയില്ല നബിയേ. ഞാൻ പാപിയാണ് നബിയേ, ഞാൻ പാപിയാണ് നബിയേ. മണ്ണിൽ കിടന്ന് മരണപ്രാണത്തിൽ ഞാൻ പിടയുമ്പോ അല്ലാഹു എന്നോട് കരുണ കാണിച്ചാലോ, റബ്ബനോട് കരുണ കാണിച്ചാലോ, അതുകൊണ്ടാണ് തലവഴിച്ച് താഴെയിട്ടതെന്ന് സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅലബ, നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു സഅലബ. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? ഈ വഅദ കേൾക്കാൻ വന്നിരുന്ന സഹോദരാ, സഅലബ വ്യഭിചരിച്ചില്ല മോനെ, കള്ളു കുടിച്ചില്ല മോനെ, പലിശ നിന്നില്ല മോനെ. അല്ലാഹു സഅലബ ചെയ്ത തെറ്റെന്തെന്നറിയോ? വഴിയിലൂടെ നടന്നു പോയപ്പോ കുളിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിന്റെ ശരീരമൊന്ന് നോക്കിയതിന്റെ പേരിൽ 48 ദിവസം അല്ലാഹുവേ പട്ടിണി കിടന്ന് കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്ത് അവസാനം നെഞ്ചുപൊട്ടിയിട്ട് ലോകത്തോട് വിട പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഇതിനാ തൗബ എന്ന് പറയുന്നത്, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. അങ്ങനെ തൗബ ചെയ്യുമ്പോഴാണ് അല്ലാഹു പരിഗണിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മലക്കുകൾ ആമീൻ പറയുന്ന മജ്‌ലിസാ, ഒരുപാട് നന്മകൾ ചെയ്ത മജ്‌ലിസാ, ഇഫ്താർ നടന്ന മജ്‌ലിസാ. അല്ലാഹുവേ, ഇതുപോലെ ഒരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടണമെന്നില്ല. മക്കളെ എന്തിനാ ഭയപ്പെടുന്നത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു എത്ര വലിയ പാപം ചെയ്താലും പുറത്തു തരുന്നവനാ. മോനെ, നീ എത്ര വലിയ അക്രമം ചെയ്തവനാണോ മോനെ, 100 കൊല ചെയ്തവനെ പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. 100 കൊല ചെയ്തവനെ പുറത്തു കൊടുത്തു. മരിച്ച മയ്യത്തിന്, ഖബറിനകത്ത് കിടന്ന മയ്യത്തിന് വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ അല്ലാഹ്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് കിട്ടിയ അവസരം നീ ഉപയോഗപ്പെടുത്ത്. പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ.
ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തെള്ളിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. ഓരോന്നും അള്ളാഹുവിന്റെ മുമ്പിൽ എണ്ണി എണ്ണി പറ, നമ്മുടെ റബ്ബാര 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹു പുറത്തു തരും. അതുകൊണ്ട് റബ്ബ് തരുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തും. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ, ആ റമദാനിനെ കുറിച്ച് എന്താ ഞാൻ പറയാ? ആ റമദാനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. ഇന്ന് വളരെ സന്തോഷമുണ്ടായി. ഇന്ന് ഇവിടെ ഒരു വിദ്യാർത്ഥി വളരെ മനോഹരമായ രീതിയിൽ പരിശുദ്ധമായ ഖുർആൻ, എന്റെ പേരെന്തായിരുന്നു, ഫായിസ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട പൊന്നുമോൻ, സത്യം പറഞ്ഞ അവൻ ഒരു ആദരം കൊടുക്കണമായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആദരിക്കേണ്ടത്, ഇവിടെ വാരിപ്പറക്കി ആദരവൊക്കെ ഇഷ്ടം പോലെ കൊടുത്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പത്തനാപുരത്ത് കിടക്കുന്ന എനിക്കും കിട്ടിയ അൽഹംദുലില്ലാഹ് ഒരു ആദരം എന്ന് ചിന്തിച്ചു. സത്യത്തിൽ നമ്മൾ ആദരിക്കേണ്ടവരെ ആദരിക്കണം. ഇന്ന് ഏറ്റവും നോമ്പ് തുറയിൽ എല്ലാവരുടെ മനസ്സുകൾക്ക് കുളിർമയാകുന്ന രീതിയിൽ ഈ കാണുന്ന സ്ഥലം മുഴുവനും നിറഞ്ഞ് കവിഞ്ഞു പുറത്തേക്ക് ജനങ്ങളെത്തി. അത്രയും മനോഹരമായ രീതിയിൽ 3000 പേർക്ക് കണ്ട ഭക്ഷണം വെച്ച് അതൊക്കെ കഴിഞ്ഞുപോയി. ഇത്ര പേർക്ക് ഒരു സഹോദരൻ ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്ത ഒരു സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഏറ്റവും മനോഹരമായ രീതിയിൽ ഖുർആൻ ഓതിയ പൊന്നുമോൻ, അള്ളാഹു ആ പൊന്നുമോന് അവന്റെ ശബ്ദം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ ബാങ്ക് വിളിച്ചു. നമ്മളാരും ശ്രദ്ധിച്ചില്ലത്. മനസ്സിന് കുളിർമയുണ്ടാകുന്ന രീതിയിൽ അത് രണ്ടും മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ മനോഹരമായ രീതിയിൽ ഒരു പ്രിയപ്പെട്ട ഉസ്താദ് ബാങ്ക് വിളിക്കുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ആ ബാങ്ക് വിളിച്ചെന്ന് പറഞ്ഞപ്പോ ആമീൻ ഇത്തിരി പവർ കുറഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാഞ്ഞിട്ടാ. എടാ, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ സീറ്റിന് വേണ്ടി മത്സരം ഇവിടെ MLA MP പഞ്ചായത്തും അതുപോലെ തന്നെ KMCC-യിലൊന്നും അല്ല. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാകാൻ വേണ്ടി മത്സരിക്കുമായിരുന്നു എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ എല്ലാവരും ആ പണിക്ക് പോയേനെ. പള്ളിയിൽ ഇമാമാനോ വഴന്നു പറയുന്ന ആളാവാനല്ല, അത്രയ്ക്കും പ്രതിഫലം ഉണ്ട് ബാങ്ക് വിളിക്കുന്നതിന്. അള്ളാഹു സഹോദരൻ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും ഈ പരിശുദ്ധമായ റമദാൻ, ഈ സദസ്സിലിരിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്ന്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകാനാ. എന്തു ദുആ ചെയ്യാൻ മറന്നാലും നമ്മൾ സ്വർഗം ചോദിക്കാൻ മറക്കൂല. അത് മരണ വീട്ടിലെ ദുആയാണെങ്കിലും, നിസ്കാരം കഴിഞ്ഞുള്ള ദുആയാണെങ്കിലും, കല്യാണ വീട്ടിലെ ദുആയാണെങ്കിലും, ഏത് ദുആയ്ക്കകത്ത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും, പടച്ചോനെ നീ സ്വർഗം തരണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റമദാനിന്റെ 30 ദിനരാത്രങ്ങളിൽ എപ്പോ ദുആ ചെയ്താലും അപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹ് നീ സ്വർഗം താ, സ്വർഗം താ, സ്വർഗം താ. നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നവരാ. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ അള്ളാഹുവിനോട് സ്വർഗം താ, സ്വർഗം താ എന്ന് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി പഠിപ്പിക്കുകയാ, അള്ളാഹുവിന്റെ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗം തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. സ്വർഗം എന്താണ് പടച്ചവനോട് ദുആ ചെയ്യുന്നത്? സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ 4 വിഭാഗം ആൾക്കാരെ നീ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. സ്വർഗം തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. സ്വർഗം തന്നെ പടച്ചവനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണം എന്ന് സ്വർഗം പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആ 4 ഭാഗ്യവാന്മാരാരാ? ആ 4 ഭാഗ്യവാന്മാരാരാ? എന്ത് നന്മ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ സ്വർഗം പോലും ദുആ ചെയ്യുന്നത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ സ്വർഗം പോലും റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ അല്ലാഹ്.
എന്ന പടച്ചറപ്പിന്റെ സ്വർഗം പോലും അവിടെ നിന്ന് ദുആ ചെയ്യുന്നു എന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് സ്വർഗം. ആ സ്വർഗത്തിന് പോകാനാണ് ഈ പാതിരാത്രി നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്ത് ത്യാഗവും സഹിക്കുന്നത്, നിസ്കരിക്കുന്നത്, നോമ്പ് പഠിക്കുന്നത്, പടച്ചവനെ സദഖ കൊടുക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തിനാണ് ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും അതിന് പകരം നമ്മൾ ചോദിക്കും, പടച്ചവനെ സ്വർഗം തരണേ അല്ലാഹ്.